ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പം ഞാനിന്ന് നിങ്ങൾക്കായി കാണിക്കുന്നത് സ്കൂളൊക്കെ അടച്ചു, വേനലവധി തുടങ്ങി. അപ്പം എല്ലാവരും കൂടെ മീൻ പിടിക്കാനും കുട്ടികളെല്ലാവരും കൂടെ മീൻ പിടിക്കാനായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞൊരു തോടുണ്ടായിരുന്നു. തോട്ടിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അത് പിന്നെ ആകെ ചെളിയായി. അപ്പം നോക്കുമ്പോൾ മീനുകൾ ചെറുതായി പൊന്തി തലകളൊക്കെ പൊങ്ങി പൊങ്ങി നോക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഓരോ കല്ലുകളും ഇതൊക്കെ മാറ്റി. അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളാണ്, എന്നാലും ഒത്തിരി വലിയ മീനുകൾ കിട്ടുന്നില്ല. പിന്നെ ഇവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. അതുപോലെ കല്ലിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞണ്ട് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പിടിക്കുകയാണ്. അപ്പം ഈ കുട്ടികളെല്ലാവരും കൂടെ വേനലവധി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു കല്ല് മറയ്ക്കുന്നു. അതിനുള്ളിൽ നിന്ന് ഒരു ഞണ്ടിനെ പിടിക്കുകയാണ്. ഒരു ഞണ്ടിനെ പിടിച്ചിട്ട് ഇപ്പോൾ ഞണ്ടിനെ കാണിച്ചിരുന്നത് കണ്ടോ. ചെറിയ ഞണ്ടാണ്, എന്നാലും എല്ലാവരും കഴിക്കാനൊക്കെ എടുക്കുന്ന ടൈപ്പാണ്. ഇങ്ങോട്ടങ്ങ് കോരി വെച്ചാൽ മതി. ഇങ്ങോട്ട് കോരി വെച്ചാൽ ചെറുക്കാൻ വലുതൊക്കെ ചാടി വെള്ളത്തിൽ ചാടും. അതാടാ അവിടെ യുവാൻ്റെ പുറകില് മീനെ ചവിട്ടി ചമ്മന്തിയാക്കല്ലേ. മീൻ പിടിക്കുന്ന കാഴ്ചക്കാരനായിട്ട് നമ്മുടെ റോക്കി ഉണ്ട്. റോക്കി എന്നാണ് ഈ നായ്ക്കുട്ടിയുടെ പേര് കേട്ടോ. ചത്തു ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചത്തു. അത് പൊത്തിനുള്ളിൽ പോയി. അതുപോലെ ഞാൻ ഈ വെള്ളം അടുത്ത കൂടുതൽ പിന്നെ അടുത്ത സെറ്റപ്പാക്കി. ഇവർ മീൻ പിടിക്കുന്നു, അതുപോലെ തന്നെ വെള്ളം കുറയുന്നുണ്ട്. അതുപോലെ കാണികളായിട്ട് ആൾക്കാരെല്ലാവരും വന്ന് നോക്കുകയാണ് മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നു. ഈ അമ്മൂമ്മ പറയുന്നത് ഇവരെ അച്ഛമ്മ മക്കളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവർ മീൻ പിടിക്കുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നതാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ വറ്റിക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് മീനെ ഓരോന്ന് പിറക്കി കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുവാണ്. കാലിൽ
ആ കുഴിയിലേക്ക് പോകും. അങ്ങനെ ഏകദേശം മീനുകളെല്ലാം പിടുത്തം കഴിയാറായി. അവർക്ക് ഏകദേശം കിട്ടിയ മീനുകളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ബക്കറ്റിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബക്കറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അത് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. എത്ര മീൻ കിട്ടിയെന്ന് കാണിച്ചു തരാം. അവർ നല്ലൊരു വെള്ളത്തിലേക്ക് മാറ്റുവാണ്. മീനെ കിട്ടിയ മീനുകളെല്ലാം കൂടെ ഈ ചെളി വെള്ളത്തിൽ നിന്ന് കലക്ക് വെള്ളത്തിൽ ആയതുകൊണ്ട് അതിനകത്ത് മീനിനെ നല്ല രീതിയിലേക്ക് മാറ്റുകയാണ്. ഇവർക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വലുപ്പമില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. എല്ലാ മീനും വെള്ളത്തിൽ കിടന്ന് ചത്തു പോകും. അതിന് പിന്നെ ഇവർ ചെറിയ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ വെള്ളം പെട്ടെന്ന് വറ്റിച്ച് മീൻ പിടിച്ച് അതിനകത്തുള്ള മീനുകളെല്ലാം പിടിച്ച് ഇനിയിപ്പോൾ ഒരു കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടെ കൂടി ഇനി അതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന. ഇത്രയും മീൻ കിട്ടി, അത്യാവശ്യം മീൻ കിട്ടി. ഇവർ ഇത്രയും 4 പേര് ഇരുന്ന് പെട്ടെന്ന് വെള്ളം കൊഴിഞ്ഞാണ് ഇപ്പോൾ എല്ലാ മീനും കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം ഏകദേശം മീൻ പിടുത്തം കഴിയാറായി. ഇപ്പോൾ ഒരു മീൻ പിടിക്കുന്നില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പം അവർ കയറി പോകാൻ തോന്നുന്നു. ഞാനിങ്ങനെ ഒരു ഇതിലിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി വീഡിയോ എടുത്തതാണ്. അതുപോലെ ഇനിയും ഇങ്ങനത്തെ പോലത്തെ ഫിഷിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതാണ്. അതുകൊണ്ട് കാണുന്ന എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന്. അപ്പോഴത്തേക്കും ഇവർ ഏകദേശം മീൻ പിടുത്തം കഴിയാറായി. ഇവർ നിർത്തുവാൻ തോന്നുന്നു. കാരണം അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. ഇവർക്കത് മതി. കാരണം ഒത്തിരി മീനൊന്നും വേണ്ട. ഇവർ കുറച്ച് പേരേ ഉള്ളൂ. ഇവർ തന്നെ കൊണ്ടാക്കി ഇവർ തന്നെ കഴിക്കും. അപ്പം കുട്ടികളുടെ മീൻപിടുത്തം എല്ലാവരും കണ്ട് രസിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ഒരു മീൻപിടുത്തം ഏകദേശം കഴിയാറായി. അപ്പം ഇനി കാണുന്നവരെ ബൈ ബൈ.